അപ്പൊ ഞാൻ ഇന്ന് സീക്വൻസ് ആൻഡ് സീരീസ് ഓഫ് നമ്പേഴ്സിനെ കുറിച്ച് അതിനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം നേരിട്ട് പ്രോബ്ലംസിലേക്ക് കിടക്കാം. ഓക്കെ, വൺസ് അഗൈൻ ലെറ്റ് n equal to √2 minus cube √2, √2 minus fifth √2, etc. √2 minus 2n plus 1 the root of 2. Then which of the following is correct? Limit n equal to √2. Second option, limit n equal to 0. Third option, limit n equal to 1. Fourth option, sequence an diverges. അപ്പം ഇതിനു വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സ്ക്യൂസ് തിയറം ആണ്. അപ്പം അതിൽ ഇതാണ് പറയുന്നത്, എക്സ് എൻ സീക്വൻസ് എക്സ് എൻ വൈ എൻ സെഡ് എൻ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ, അതുപോലെ തന്നെ എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് എൻ ആണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ഉള്ള സീക്വൻസ്, അതായത് എക്സിനും സെഡിനും കൺവേർജസ് ടു ഒരു ലിമിറ്റിലേക്കാണ് ഒരു വാല്യൂയിലേക്ക് തന്നെയാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ മിഡിലുള്ള സീക്വൻസ് വൈനും ആ പോയിന്റിലേക്ക് തന്നെയായിരിക്കും കൺവേർജ് ചെയ്യുന്നത്. അതാണ് സ്ക്യൂസ് തിയറം പറയുന്നത്. അപ്പൊ നമ്മള് ഇതിലെ ടേംസ് ഒന്നുകൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. എ എന്ന് പറയുന്ന ആ ടേമിന്റെ ഓരോ ഫാക്ടേഴ്സും ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ദെൻ നമുക്കറിയാം 1 less than 2 raised to 1 by n for every n. Then taking negative, we get minus 2 raised to 1 by n less than minus 1. Then adding √2, we get √2 minus 2 raised to 1 by n less than √2 minus 1 for every n. അപ്പം നമ്മൾ ഈ എ എന്ന് പറയുന്ന ഈ ടേം കൺസിഡർ ചെയ്യുമ്പോൾ ഓരോ ഫാക്ടേഴ്സും എന്താണ്, സീറോയിനേക്കാളും വലുതാണ് അല്ലെ. ഓരോ ഫാക്ടേഴ്സും ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് എ എൻ എപ്പോഴും എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പൊ 0 ലെസ് ദാൻ എ എൻ തന്നെയാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഓരോ ഫാക്ടേഴ്സും എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ലെസ് ദാൻ √2 മൈനസ് 1. അങ്ങനെ ഇവിടെ എത്ര ടേംസ് ഉണ്ട്, എത്ര ഫാക്ടേഴ്സ് ഇങ്ങനെയുണ്ട്, n ഫാക്ടേഴ്സ്. അതുകൊണ്ട് നമുക്ക് അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, 0 ലെസ് ദാൻ √2 മൈനസ് ക്യൂബ് √2 ഇൻറ്റു √2 മൈനസ് ഫിഫ്ത്ത് √2 എക്സെട്ര √2 മൈനസ് 2n പ്ലസ് 1 √2 ലെസ് ദാൻ √2 മൈനസ് 1 റേസ് ടു n. അപ്പൊ ഈ ഒരു ഇൻഇക്വാലിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ലെഫ്റ്റിലുള്ളത് കോൺസ്റ്റന്റ് സീറോ സീക്വൻസ് ആണ്, കോൺസ്റ്റന്റ് സീക്വൻസ്. റൈറ്റിലുള്ളത് √2 മൈനസ് 1 ഓൾ റേസ് ടു n. ഇപ്പൊ ലെഫ്റ്റിലുള്ളത് കോൺസ്റ്റന്റ് സീക്വൻസ് എപ്പോഴും അതിലേക്ക് തന്നെയായിരിക്കും കൺവേർജ് ചെയ്യുന്നത്. അപ്പൊ 0 കൺവേർജസ് ടു 0. ഇനി റൈറ്റിലുള്ളത് √2 മൈനസ് 1 റേസ് ടു n എന്താ, √2 മൈനസ് 1 നമുക്കറിയാം ലെസ് ദാൻ 1 ആണ്. അപ്പൊ നമുക്കറിയാം മോഡുലസ് എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ എക്സ് റേസ് ടു n കൺവേർജസ് ടു 0. അപ്പൊ √2 മൈനസ് 1 റേസ് ടു n കൺവേർജസ് ടു 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ലെഫ്റ്റും റൈറ്റും ഉള്ള സീക്വൻസ് എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്ന കിട്ടുന്നു, 0യിലേക്ക്. അതുകൊണ്ട് മിഡിലുള്ള സീക്വൻസും ആ nth ടേം ഇങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നു, 0യിലേക്ക് കൺവേർജ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് കിട്ടും, ലിമിറ്റ് an ഈക്വൽ ടു 0. അപ്പൊ ക്വസ്റ്റ്യനിലെ ആൻസർ സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ പോവാം. പ്രോബ്ലം 2. Suppose that sequence xn is a sequence of positive real numbers and yn equal to xn by 1 plus xn. Then first option, sequence xn is convergent if sequence yn is convergent. Second, sequence yn is convergent if sequence xn is convergent. Third, sequence yn is bounded if xn is bounded. Fourth, sequence xn is bounded if sequence yn is bounded. അപ്പം ആദ്യം തന്നെ ഇത് സീക്വൻസ് xn is convergent if yn is convergent. അത് ട്രൂ ആണോ ഫാൾസ് ആണോ നമുക്ക് നോക്കാം. നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. ടേക്ക് xn ഈക്വൽ ടു n. നമ്മൾ yn എന്താണെന്നാണ് പറയുന്നത്, xn by 1 plus xn. അതുകൊണ്ട് yn ഈക്വൽ ടു n by 1 plus n. അപ്പോൾ yn taking n outside we get 1 by n plus 1. It converges to 1 as n terms to infinity. Therefore sequence yn convergent. അപ്പോൾ നമുക്ക് ഈ സീക്വൻസ് yn എന്തായിട്ട് കിട്ടിയ, കൺവേർജന്റ് ആയിട്ട് അല്ലെ. സീക്വൻസ് xn ഡൈവേർജന്റ് ആണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറയുന്നത്, yn കൺവേർജന്റ് ആണെങ്കിൽ x
എന്തായാലും കൺവേർജന്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് yn കൺവേർജന്റ് ആയിട്ടാണ്, പക്ഷെ xnോ ഡൈവേർജന്റ് ആയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ 1 ഫാൾസ് ആണ് നമുക്ക് പറയാം. ഇനി സെക്കൻഡ് ഓപ്ഷൻ, സീക്വൻസ് yn ഈസ് കൺവേർജന്റ് ഇഫ് xn ഈസ് കൺവേർജന്റ്. xn കൺവേർജന്റ് ആണെങ്കിൽ എപ്പോഴും yn കൺവേർജന്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പം xn കൺവേർജന്റ് ആണെന്ന് എടുക്കുന്നു, ലിമിറ്റ് xn a എന്ന് എടുക്കുന്നു, yn xn by 1 plus xn ആണ്. അപ്പൊ നമ്മൾ കോഷ്യൻ സീക്വൻസിനുള്ള ലിമിറ്റ് ആണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഡിനോമിനേറ്ററുള്ള സീക്വൻസ് ഒരിക്കലും 0 ആകാൻ പാടില്ല, അതുപോലെ തന്നെ ഡിനോമിനേറ്ററുള്ള സീക്വൻസ് 0യിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റില്ല. അപ്പൊ എന്തായാലും xn ഇവിടെ എന്താന്ന് പറഞ്ഞിരിക്കുന്നത്, xn ഈസ് എ സീക്വൻസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. അപ്പോ 1 plus xn എന്തായാലും എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതെന്തായാലും അപ്പം ഗ്രേറ്റർ സീക്വൻസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എപ്പോഴും എങ്ങോട്ടേ കൺവേർട്ട് ചെയ്യുന്നുള്ളൂ, ഒരു പോസിറ്റീവ് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ 1 plus xn എന്ന് പറയുന്ന സീക്വൻസ് ഒരു നോൺ സീറോ റിയൽ നമ്പറിലേക്കായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ കോഷ്യൻ സീക്വൻസിന് അപ്ലൈ ചെയ്യുന്ന ലിമിറ്റ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് yn ഈക്വൽ ടു ലിമിറ്റ് xn ബൈ ലിമിറ്റ് 1 plus xn, ദാറ്റ് ഈസ് a by 1 plus a. അപ്പൊ നമുക്ക് yn ഈസ് കൺവേർജന്റ് എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് എന്താ കിട്ടിയേ, xn കൺവേർജന്റ് ആണെങ്കിൽ yn കൺവേർജന്റ് ആണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇനി തേർഡ് ഓപ്ഷൻ, yn ഈസ് ബൗണ്ടഡ് ഇഫ് xn ഈസ് ബൗണ്ടഡ്. xn ബൗണ്ടഡ് ആണെങ്കിൽ yn ബൗണ്ടഡ് ആണ് പറയണം. അപ്പൊ നമ്മുടെ xn ഇവിടെ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ, xn ഇസ് എ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. അപ്പൊ xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. Therefore 1 plus xn greater than or equal to 1. Take a reciprocal, we get 1 by 1 plus xn less than or equal to 1. Then xn കൊണ്ട് both side multiply ചെയ്യുന്നു. ഇൻഇക്വാലിറ്റിക്ക് മാറ്റം വരുമോ, ഇല്ല, കാരണം xn എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, ഒരു നെഗറ്റീവ് റിയൽ നമ്പർ അല്ലാന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് xn by 1 plus xn less than or equal to xn എന്ന് കിട്ടുന്നു. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എന്താണ് അത്, yn less than or equal to xn. എന്തായാലും xn ബൗണ്ടഡ് ആണെങ്കിൽ yn ബൗണ്ടഡ് ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ഇഫ് xn ഈസ് ബൗണ്ടഡ് ദെൻ yn ഈസ് ബൗണ്ടഡ് എന്നുള്ള ഓപ്ഷൻ, അത് തേർഡ് ഓപ്ഷൻ എന്താന്ന് കിട്ടി, കറക്റ്റ് ആണ് കിട്ടി. ഇനി ഫോർത്ത് ഓപ്ഷൻ, xn ഈസ് ബൗണ്ടഡ് ഇഫ് yn ഈസ് ബൗണ്ടഡ്. yn ബൗണ്ടഡ് ആണെങ്കിൽ xn ബൗണ്ടഡ് ആയിരിക്കും എന്നുള്ളത് എപ്പോഴും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത എക്സാമ്പിൾ തന്നെ നോക്കിയാൽ മതി. xn ഈക്വൽ ടു n, yn എന്തായിരിക്കും 1 plus n by 1 plus n കൺവേർജസ് ടു 1. അപ്പം എവരി കൺവേർജൻസ് സീക്വൻസ് എന്താണ്, ബൗണ്ടഡ് ആണ് അല്ലെ. അപ്പൊ സീക്വൻസ് yn ബൗണ്ടഡ് ആണ്. പക്ഷെ സീക്വൻസ് xnോ അത് കൺവേർജന്റ് കൂടിയല്ല, അത് ബൗണ്ടഡും അല്ല. അപ്പം xn ഈസ് നോട്ട് ബൗണ്ടഡ്. അപ്പൊ yn ബൗണ്ടഡ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് xn ബൗണ്ടഡ് ആകണമെന്നില്ല. അപ്പൊ ഓപ്ഷൻ 4 ഫാൾസ് ആണ്. അപ്പം ഈ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ്, yn is convergent if xn is convergent, yn is bounded if xn is bounded. Okay, come to the next problem. Problem 3. If sequence xn is a convergent sequence in R and sequence yn is a bounded sequence in R, then we can conclude that sequence xn plus yn is convergent, sequence xn plus yn is bounded, sequence xn plus yn has no convergent subsequence, sequence xn plus yn has no bounded subsequence. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് ഓരോ എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ xn ഈസ് കൺവേർജന്റ് സീക്വൻസ്. അപ്പൊ നമ്മൾക്ക് സീക്വൻസ് xn എന്തായിട്ട് എടുക്കാം, നമുക്ക് സീക്വൻസ് 1 കോൺസ്റ്റന്റ് സീക്വൻസ് 1 ആയിട്ട് എടുക്കാം. അപ്പൊ സീക്വൻസ് yn ഈസ് എ ബൗണ്ടഡ് സീക്വൻസ്. അപ്പൊ നമ്മൾ എടുത്തത് 1 - 1 1 - 1 എന്നുള്ള സീക്വൻസ് yn. അപ്പൊ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ yn ഇപ്പോൾ ബൗണ്ടഡ് സീക്വൻസ് ആണ്,
പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുമ്പോൾ വൈനിപ്പം കോൺസ്റ്റന്റ് സീക്വൻസ് 0യോ കോൺസ്റ്റന്റ് സീക്വൻസ് 2 എടുക്കാൻ നമ്മൾ നോക്കരുത്. നമ്മളെപ്പോഴും ബൗണ്ടറി സീക്വൻസിനോടൊപ്പം തന്നെ ഇവിടെ കൺവേർജന്റ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പൊ കൺവേർജന്റ് അല്ലാത്തതായിട്ട് നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ വൈൻ കൺവേർജന്റ് ആയിട്ടുള്ളൊരു ചൂസ് ചെയ്ത് നമുക്കിപ്പോ ഇതൊക്കെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ നമുക്ക് മാക്സിമം ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ അപ്പം എക്സ് കൺവേർജന്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ വൈൻ എന്തായിട്ടുള്ളത് എടുക്കുക, കൺവേർജന്റ് അല്ലതായിട്ട് എടുക്കുക. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിച്ച് വേണം നമ്മൾ ഓരോ എക്സാമ്പിൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ വൈനും സീക്വൻസ് എക്സനും നമ്മൾ എടുത്തു. അപ്പൊ എക്സ് n പ്ലസ് വൈ n എന്തായിരിക്കും? 2 0 2 0 അങ്ങനെ പോവാണ് അല്ലെ. അപ്പൊ ഇനി നമുക്ക് ഓരോ നോക്കാം. എക്സ് n പ്ലസ് വൈ n കൺവേർജന്റ് ആണോ? അല്ല. 2 0 2 0 എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജന്റ് അല്ല. എക്സ് n പ്ലസ് വൈ n ഈസ് ബൗണ്ടഡ് ആണോ? എക്സ് n പ്ലസ് വൈ n ഈസ് ബൗണ്ടഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ എക്സ് n പ്ലസ് വൈ n ഹാസ് നോ കൺവേർജന്റ് സബ്സീക്വൻസ്. ഇതിന് കൺവേർജന്റ് ആയിട്ടുള്ള സബ്സീക്വൻസ് ഇല്ലേ? ഉണ്ടല്ലേ, കുറേ ഉണ്ട്. ഒന്നിപ്പം ഫോർ എക്സാമ്പിൾ കോൺസ്റ്റന്റ് സീക്വൻസ് 2 ഇതിന്റെ ഒരു സബ്സീക്വൻസ് ആണ്, കോൺസ്റ്റന്റ് സീക്വൻസ് 0 ഇതിന്റെ ഒരു സബ്സീക്വൻസ് ആണ്. അപ്പം അത് കൺവേർജന്റ് സീക്വൻസ് ആണ്. അപ്പം തേർഡ് ഓപ്ഷൻ ഫാൾസ് ആണ്. ഫോർത്ത് ഓപ്ഷനോ എക്സ് n പ്ലസ് വൈ n ഹാസ് നോ ബൗണ്ടഡ് സീക്വൻസ്. നേരത്തെ എടുത്ത സീക്വൻസ് തന്നെ കോൺസ്റ്റന്റ് സീക്വൻസ് 2 കോൺസ്റ്റന്റ് സീക്വൻസ് 2ഉം കോൺസ്റ്റന്റ് സീക്വൻസ് 0 തന്നെ എടുത്താൽ തന്നെ അത് ബൗണ്ടഡ് ആണ്. അല്ലെങ്കിൽ തന്നെ ഈ സീക്വൻസ് ഇറ്റ്സെൽഫ് ഇറ്റ്സ് എ ബൗണ്ടഡ് സീക്വൻസ്. അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എക്സ് n പ്ലസ് വൈ n ഈസ് ബൗണ്ടഡ്. അപ്പം ഇതിപ്പോ നമ്മളിപ്പോ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ എടുത്തു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോന്ന് എലിമിനേറ്റ് ചെയ്ത് അല്ലെ. ഫസ്റ്റ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു, തേർഡ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു, ഫോർത്ത് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു, സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ ട്രൂ എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ചിലർക്ക് വിചാരിക്കും ഇതിലും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തുകൂടെയെന്ന്. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം. കാരണം എന്താ, എക്സ് n ഈസ് എ കൺവേർജന്റ് സീക്വൻസ് അല്ലേ. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റും, എവരി കൺവേർജന്റ് സീക്വൻസ് ഈസ് എ ബൗണ്ടഡ് സീക്വൻസ്. അപ്പൊ സീക്വൻസ് എക്സ് n എന്താണ്, ബൗണ്ടഡ് സീക്വൻസ്. വൈ n ഓൾറെഡി ബൗണ്ടഡ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, സീക്വൻസ് എക്സ് n പ്ലസ് വൈ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് എക്സ് n പ്ലസ് വൈ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് എക്സ് n പ്ലസ് മോഡുലസ് വൈ n. ഈ രണ്ട് സീക്വൻസും ബൗണ്ടഡ് ആണ്. ഈക്വൽ ലെസ് ദാൻ, അതിൽ ഈക്വൽ ടു അല്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു m1 പ്ലസ് m2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, സീക്വൻസ് എക്സ് n പ്ലസ് വൈ n ബൗണ്ടഡ് ആണെന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ എക്സാമ്പിൾസ് വെച്ച് എലിമിനേറ്റ് ചെയ്ത് ഒരു പ്രോബ്ലം ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള റിസൾട്ട്സ് വെച്ചിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യാൻ പറ്റാവുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് നോക്കിയിട്ട് ചെയ്യുക. ഇനി ഫോർത്ത് ഓപ്ഷൻ ആണ്, സപ്പോസ് ദാറ്റ് സീക്വൻസ് അല്ല പ്രോബ്ലം 4, സപ്പോസ് ദാറ്റ് സീക്വൻസ് എക്സ് n ഈസ് എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് satisfying the following. For every epsilon greater than 0, there exists n naught such that modulus xn plus 1 minus xn less than epsilon for every n greater than or equal to n naught. Then the sequence is, first option, bounded but not necessarily Cauchy. Cauchy but not necessarily bounded. Third option, convergent. Fourth option, not necessarily bounded. അപ്പൊ നമ്മൾ ഇതെടുക്കുമ്പോൾ ജസ്റ്റ് ഒരു കോൺസ്റ്റന്റ്, ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് സീക്വൻസ് വിചാരിക്കുക. അപ്പൊ കോൺസ്റ്റന്റ് സീക്വൻസ് 1 എന്ന് വിചാരിക്കാം. അപ്പൊ ഈ കോൺസ്റ്റന്റ് സീക്വൻസ് 1 നോക്കിക്കേ, ഏത് ടേംസ് മൈനസ് ചെയ്താലും 0 ആയിരിക്കും അല്ലെ. അപ്പം ഈ ക്വസ്റ്റ്യൻ പറയുന്ന ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ലേ. ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists n naught such that xn plus 1 minus xn less than epsilon for every n greater than or equal to. ഏത് എപ്സിലോൺ എടുത്താലും n naught നമുക്ക് 1 തൊട്ടേ അത് സാറ്റിസ്ഫൈ ചെയ്യും ഈ കണ്ടീഷൻ. അപ്പം നമുക്ക് സീക്വൻസ് 1 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സീക്വൻസ് 1 എന്താണ്, ബൗണ്ടഡ് ആണ് അല്ലേ. അതുപോലെ തന്നെ അത് കോഷി ആണല്ലോ. അപ്പൊ ബൗണ്ടഡും ആണ് കോഷിയാണ്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് ഓപ്ഷൻ ഈ എക്സാമിന്റെ പോലും ആവശ്യമില്ല. കാരണം എന്താ, കോഷി ബട്ട് നോട്ട് നെസസറി ബൗണ്ടഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം എവരി കോഷി സീക്വൻസ് ഈസ് ബൗണ്ടഡ്. അപ്പോൾ അതിന്റെ ആ റിസൾട്ട് വെച്ച് തന്നെ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. തേർഡ് ഓപ്ഷൻ കറക്റ്റ് ആണ്, സീക്വൻസ് 1 കൺവേർജന്റ് ആണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച്
ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ട്രൂ ആണെന്നില്ല, നമ്മളത് പ്രൂവ് ചെയ്യണം. പക്ഷെ ഒരു ഫാൾസ് ആണെന്ന് കാണിക്കുക ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. അപ്പം ഫോർത്ത് ഓപ്ഷൻ നോട്ട് നെസസറിലി ബൗണ്ടഡ്. സീക്വൻസ് 1 ബൗണ്ടഡ് അല്ലേ, അപ്പം ഫോർത്ത് ഓപ്ഷൻ എന്താണ്? ഫാൾസ് ആണ്. അപ്പം 1ഉം 2ഉം 4ഉം ഫാൾസ് ആയതുകൊണ്ട് തേർഡ് ഓപ്ഷൻ കറക്റ്റ്. അല്ലാണ്ട് തന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാവുന്നതും കൂടി ഉള്ളൂ. നമുക്ക് കോഷി സീക്വൻസ് ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ഇൻഇക്വാലിറ്റി xn+1 - xn ലെസ് കാണുമ്പോൾ തന്നെ ഒരു കോഷി സീക്വൻസ് ആണെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാം. അപ്പൊ നമുക്കത് ട്രൂ ആണോ, അത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പ്രോബ്ലം 5. കൺസിഡർ 2 സീരീസ് sigma n equal to 2 to infinity 1 by log n and sigma n equal to 2 to infinity 1 by n log n. അപ്പം n equal to 2 തൊട്ട് എടുത്ത് എന്താണെന്നുള്ള ആർക്കും ഡൗട്ട് ഉണ്ടോ? അത് n equal to 1 എടുത്ത് എന്താ? log 1 0 ആണ്. അപ്പം അത് ഡിഫൈൻഡ് ആണല്ലോ, 1/0 ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ടാണ് n equal to 2 തൊട്ട് നമുക്ക് എടുത്തത്. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ആർക്കും ഡൗട്ട് തോന്നിയാൽ. അപ്പൊ നമുക്ക് അതിന്റെ ഓപ്ഷൻസ് നോക്കാം. ദെൻ ഫസ്റ്റ് ഓപ്ഷൻ sigma 1 by log n and sigma 1 by n log n are convergent. Second option, sigma 1 by log n is convergent, sigma 1 by n log n is divergent. Third option, sigma 1 by log n is divergent, sigma 1 by n log n is convergent. Fourth option, sigma 1 by log n and sigma 1 by n log n are divergent. ഈ രണ്ട് സീരീസിനെ കുറിച്ചാണ് ചോദിച്ചത്. കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ? സിഗ്മ 1 by log n ഉം സിഗ്മ 1 by n log n ഉം. അപ്പം അതിനു വേണ്ടി നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യം നമുക്ക് സിഗ്മ 1 by log n നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ അത് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം log n ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by log n ആണ്. അപ്പം സീരീസ് 1/n എന്താണ്? ഡൈവേർജന്റ് ആണ് അല്ലെ, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ കമ്പാരിസൺ ടെസ്റ്റ് ഉണ്ട്. കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം എന്താ പറയുന്നത്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു yn ആണെങ്കിൽ yn കൺവേർജന്റ് ആണെങ്കിൽ xn കൺവേർജന്റ് ആയിരിക്കും. xn ഡൈവേർജന്റ് ആണെങ്കിൽ yn ഡൈവേർജന്റ്. അപ്പൊ എന്താ ഒന്നുകൂടി, xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു yn ആണെങ്കിൽ yn കൺവേർജന്റ് ആണെങ്കിൽ xn കൺവേർജന്റ് ആയിരിക്കും. ഇവിടെ xn ഡൈവേർജന്റ് ആണെങ്കിൽ yn ഡൈവേർജന്റ് ആയിരിക്കും. അപ്പം ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അവരെപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by log n അല്ലെ. അപ്പൊ ഇവിടെ എന്തായാലും 0-നേക്കാളും ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ സീരീസ് 1/n ഡൈവേർജന്റ് നമുക്കറിയാം. അപ്പൊ നമുക്ക് കമ്പാരിസൺ തിയറം അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? സിഗ്മ 1 by log n ഈസ് ഡൈവേർജന്റ്. നമുക്ക് സിഗ്മ 1 by log n എന്ന് പറയുന്ന സീരീസ് ഡൈവേർജന്റ് ആണ് നമുക്ക് കിട്ടി. അപ്പൊ നമ്മളിവിടെ അപ്ലൈ ചെയ്തത് കമ്പാരിസൺ ടെസ്റ്റ്, ഫസ്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ്. ഇനി അടുത്ത സീരീസ് എന്താ പറഞ്ഞിരിക്കുന്നത്? 1/n log n. അപ്പം ഇത് അപ്ലൈ ചെയ്യുന്ന വേറൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അതെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഉപയോഗിക്കുന്ന ഇത് റിസൾട്ട് നോക്കാം. കോഷി കണ്ടൻസേഷൻ ടെസ്റ്റ്. അപ്പം ഇത് നമ്മുടെ ഒരു എക്സസൈസിന്റെ, നമ്മുടെ ബാറ്റ്ലൈൻ്റെ ടെക്സ്റ്റിന്റെ ഒരു എക്സസൈസിന്റെ ഭാഗത്താണ് കിടക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് ആണ്, നമുക്ക് വളരെ സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ്. അപ്പൊ അത് ഇതിങ്ങനെയാണ് പറയുന്നത്: സീരീസ് a of n is such that sequence an is a decreasing sequence of strictly positive numbers. അപ്പൊ സീക്വൻസ് എങ്ങനെയായിരിക്കണം? ഡിക്രീസിങ് സീക്വൻസ് ആയിരിക്കണം, സ്ട്രിക്ട്ലി പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യം ഫോളോ ചെയ്തോളൂ. എന്താണത്? സീരീസ് a of n converges if and only if series 2 raised to n into 2 raised to n a of 2 raised to n converges. a of n converges if and only if series 2 raised to n a of 2 raised to n converges. Okay.
നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന സീരീസ് എന്താണ് 1/n log n. ഇവിടുത്തെ an എന്നാ 1/n log n. അപ്പൊ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ എന്തായിരുന്നു? an സ്ട്രിക്ട്ലി പോസിറ്റീവ് ആയിരിക്കണം, അതുപോലെ തന്നെ ഡിക്രീസിങ് സീക്വൻസ് ആയിരിക്കണം അല്ലെ. അപ്പം n നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് n ഗ്രേറ്റർ ദാൻ n equal to 2 തൊട്ടാണ്. അപ്പൊ എന്തായാലും n ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. log n ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പം ഫോർ n ഗ്രേറ്റർ ദാൻ 1 log n ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ n log n എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. 1/n log n ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ സ്ട്രിക്ട്ലി പോസിറ്റീവ് എന്നുള്ള കണ്ടീഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കണം. 1/n log n എന്ന് പറഞ്ഞാൽ എന്താണ്? log n ഇൻക്രീസ് സീക്വൻസ് ആണ്, n ഇൻക്രീസ് സീക്വൻസ് ആണ്. അപ്പൊ n log n is a increasing sequence. Then automatically 1/n log n is a decreasing sequence. ആ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കോഷ്യസ് കണ്ടൻസേഷൻ ടെസ്റ്റ് ഉപയോഗിക്കാം. അപ്പൊ അതിനുവേണ്ടി കൺസിഡർ ചെയ്യുന്നത് എന്താ? ടേം എന്താ കൺസിഡർ ചെയ്യേണ്ടത്? 2n a of 2n. 2n a of n എന്താ പറയുന്നത്? 1/n log n. അപ്പൊ a of 2n 1/2n into log of 2n. That is equal to 1/log 2n. That is n log 2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സീരീസ് കൺസിഡർ ചെയ്യുക. സീരീസ് 2n a of 2n. That is equal to series 1/log 2. 1/log 2 is a constant. നമുക്കത് ഔട്ട്സൈഡ് എടുക്കാം. 1/log 2 sigma 1/n. What about the series 1/n? Series 1/n is divergent. നമുക്ക് എന്ത് പറയാൻ പറ്റും? സീരീസ് 2n a of 2n is divergent. നമുക്കപ്പോ കോഷി കണ്ടൻസേഷൻ ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? If series sigma 2n a of 2n is divergent, then sigma a of n is divergent. Therefore sigma 1/n log n is divergent. അപ്പൊ നമുക്ക് ഓപ്ഷൻ, അപ്പൊ രണ്ടുപേരും എന്താണ് കിട്ടിയത്? ഡൈവേർജന്റ് എന്ന്. അപ്പം ഓപ്ഷൻ 4 is the answer. 1/log n and series 1/n log n are divergent. അപ്പം ഇത് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇതായിട്ട് തോന്നുമെങ്കിലും നമുക്ക് ഈ രണ്ട് റിസൾട്ട് അറിഞ്ഞാൽ കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം 6. Let sequence n greater than or equal to n1 be a sequence of real numbers satisfying a1 greater than or equal to 1 and an plus 1 greater than or equal to an plus 1 for all n greater than or equal to 1. Then which of the following is necessarily true? First option, the series 1/an square diverges. Second option, the sequence an is bounded. Third option, the series 1/an square converges. Fourth option, the series 1/an converges. അപ്പൊ നമുക്ക് പ്രോബ്ലം വെച്ചിട്ട് എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഓരോ ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് പോവാം. അപ്പൊ നമ്മളിവിടെ നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് a1 greater than or equal to 1, an plus 1 greater than or equal to an plus 1. അത് കാണുമ്പോൾ തന്നെ മിക്കവരുടെയും മനസ്സിലേക്ക് വരുന്നത് സീക്വൻസ് ഏതായിരിക്കും? സീക്വൻസ് n ആയിരിക്കും അല്ലെ. സീക്വൻസ് 1 2 3 4 എന്ന് പോകുന്ന ആ സീക്വൻസ് ആയിരിക്കും. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആ സീക്വൻസ് തന്നെ കൺസിഡർ ചെയ്യാം. സീക്വൻസ് 1 2 3 എന്ന് പറയുന്നത് എടുക്കുന്നു. അപ്പം സീക്വൻസ് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? 1/an സ്ക്വയർ അല്ലെ. 1/an സ്ക്വയർ 1/n സ്ക്വയർ. 1/n സ്ക്വയർ കൺവേർജന്റ് ആണ് നമുക്കറിയാം. അതുകൊണ്ട് ഈ സീക്വൻസ് ഡൈവേർജസ്. ഫസ്റ്റ് ഓപ്ഷൻ 1/an സ്ക്വയർ, സീരീസ് 1/an സ്ക്വയർ ഡൈവേർജസ് എന്നുള്ളത് തെറ്റാണ്. ഇനി അടുത്തത് സീക്വൻസ് an ഈസ് ബൗണ്ടഡ്. ഇവിടെ സീക്വൻസ് an ബൗണ്ടഡ് ആണോ? സീക്വൻസ് എന്ന് പറയുന്ന സീക്വൻസ് ബൗണ്ടഡ് അല്ലല്ലോ. അപ്പം സെക്കൻഡ് ഓപ്ഷൻ ഈസ് ഓൾസോ false. ഇനി തേർഡ് ഓപ്ഷൻ, the series sigma 1/an square converges. അപ്പം 1/n square കൺവേർജ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. പക്ഷെ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്തായാലും അത്
ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ മറ്റേ നാലാമത്തെ ഓപ്ഷൻ കൂടി എലിമിനേറ്റ് ചെയ്താലേ നമുക്ക് തേർഡ് ഓപ്ഷൻ ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഫോർത്ത് ഓപ്ഷൻ എന്താ പറയുന്നത്? ദ സീരീസ് സിഗ്മ 1/an കൺവേർജസ്. an എന്താ? n. അപ്പൊ സിഗ്മ 1/n, സിഗ്മ 1/n ഡൈവേർജന്റ് ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാലോ. അപ്പം സിഗ്മ 1/n divergent is divergent, therefore option 4 is also false. അപ്പം 3 ഓപ്ഷൻസ് കട്ട് ചെയ്ത് പോയി. അപ്പൊ നമുക്ക് റിമൈനിങ് ഏതാ ഉള്ളത്? തേർഡ് ഓപ്ഷൻ, the series 1/an square converges. Therefore option 3 is the answer. Okay, any problem 7. Which of the following are convergent? First one, sigma n square 2 raised to minus n. Second, sigma n raised to minus 2 2 raised to n. Third, sigma 1 by log of log n. Fourth, 1 by n log of 1 plus 1 by n. അപ്പോൾ ഈ സീരീസ് ആണ് തന്നേക്കുന്നത്. സീരീസ് കൺവേർജന്റ് ആണോ? ഇതിൽ ഏതാണ് കൺവേർജന്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് കൺസിഡർ ചെയ്യാം സീരീസ് n സ്ക്വയർ 2 raised to minus n. n സ്ക്വയർ 2 raised to minus n. അപ്പൊ ഇതിന്റെ കൺവേർജൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഷ്യോ ടെസ്റ്റ് ആണ്. റേഷ്യോ ടെസ്റ്റ് എന്താ പറയുന്നത്? എക്സിന് ഒരു നോൺ സീറോ സീക്വൻസ് ആണെങ്കിൽ ലിമിറ്റ് എക്സ് മോഡുലസ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സീരീസ് എക്സ് എൻ ഈസ് അബ്സൊല്യൂട്ട്ലി കൺവേർജന്റ് ഇഫ് ആർ ലെസ് ദാൻ 1 ആൻഡ് സീരീസ് എക്സ് എൻ ഈസ് ഡൈവേർജന്റ് ഇഫ് വെൻ ആർ ഗ്രേറ്റർ ദാൻ 1. അപ്പൊ നമ്മൾ ഇത് ഇതൊരു കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം തോന്നില്ലേ അതൊരു എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ അപ്ലൈ ചെയ്യുമ്പോൾ കുറെയൊക്കെ ക്യാൻസൽ ചെയ്ത് പോകുന്നൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് തിരിയുന്നല്ലോ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ എപ്പോഴും നമ്മൾ എന്ത് ഉപയോഗിക്കുക? റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് ആ ഒരു സീരീസ് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. മോഡുലസ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ. ഇവിടെ എക്സ് എൻ എന്താണ്? എൻ സ്ക്വയർ ബൈ 2 raised to n അല്ലേ? അപ്പൊ എക്സ് എൻ പ്ലസ് 1 n പ്ലസ് 1 ബൈ സ്ക്വയർ ബൈ 2 raised to n പ്ലസ് 1 ഇൻറ്റു ബൈ എക്സ് എൻ എന്നുള്ളത് എങ്ങനെ വരും? 2 raised to n ബൈ n സ്ക്വയർ. അത് ക്യാൻസൽ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ 1 ബൈ 2 ഇൻറ്റു n പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ n സ്ക്വയർ. അപ്പം 1 ബൈ 2 കോൺസ്റ്റന്റ് ആണ്. n പ്ലസ് 1 സ്ക്വയർ ബൈ n സ്ക്വയർ എന്നുള്ള ടേം അതെങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നു? 1ലേക്ക് കൺവേർട്ട് ചെയ്യുന്നല്ലേ? അപ്പൊ ടോട്ടൽ നോക്കുമ്പോൾ ഈ ടേം 1 ബൈ 2ലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. 1 ബൈ 2 എന്താണ്? ലെസ് ദാൻ 1 ആണ്. അപ്പം ഇവിടെ r എന്താണ് കിട്ടിയിരിക്കുന്നത്? 1 ബൈ 2. r ലെസ് ദാൻ 1 ആകുമ്പോൾ എന്താ പറയുന്നത്? സീരീസ് എക്സ് എൻ ഈസ് അബ്സല്യൂട്ട്ലി കൺവേർജന്റ്. അപ്പൊ നമുക്കറിയാം every absolutely convergent sequence is also convergent. Therefore the series n square 2 raised to minus n is convergent. ഈ സീരീസ് നമുക്ക് കൺവേർജന്റ് ആക്കി കിട്ടി. ഏതാണ് ഇവിടെ അപ്ലൈ ചെയ്തത്? നമ്മുടെ റേഷ്യോ ടെസ്റ്റ്. അപ്പൊ ഇനി അടുത്ത സീരീസ് ആണ് n raised to minus 2 into 2 raised to n. ഇത് കാണുമ്പോൾ നമുക്ക് റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാനല്ലേ നമുക്ക് തോന്നുക. അപ്പൊ അതന്നെ അപ്ലൈ ചെയ്യുക. മോഡുലസ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ കൺസിഡർ ചെയ്യുന്നു. 2 raised to n plus 1 by n plus 1 square into n square by 2 raised to n equal to cancellation ഒക്കെ നടത്തി കഴിഞ്ഞിട്ട് നമുക്ക് 2 into n square by n plus 1 square എന്ന് കിട്ടും. It converges to 2 which is greater than 1. അപ്പം r ഇവിടെ എന്താണ് കിട്ടിയത്? 2. r greater than 1 ആകുമ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? Series xn is divergent. If r less than 1, series xn is absolutely convergent. r greater than 1, the series xn is divergent. അതുകൊണ്ട് നമുക്ക് ഈ സീരീസ് ഡൈവേർജന്റ് എന്ന് പറയാം. ഫസ്റ്റ് സീക്വൻസ് കൺവേർജന്റ് ആയി കിട്ടി, സെക്കൻഡ് സീക്വൻസ് സീരീസ് ഡൈവേർജന്റ് എന്ന് കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ സീരീസ് സിഗ്മ 1 ബൈ ലോഗ് ഓഫ് ലോഗ് എൻ നമുക്ക് നോക്കാം. അപ്പൊ നേരത്തെ നമ്മൾ കുറച്ച് 1 ബൈ ലോഗ് എൻ നോക്കി, 1 ബൈ എൻ ലോഗ് എൻ നോക്കി. അപ്പം
ഇപ്പൊ നമ്മൾ നോക്കുന്നത് 1 log of log n ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നോക്കുക, log n less than or equal to n എന്നറിയാം. log of log n less than or equal to log n ആണ്, സിൻസ് log is increases സീക്വൻസ്. അപ്പം ഇതിന് റെസിപ്രോക്കൽ അപ്ലൈ ചെയ്യുമ്പോൾ 1 log n less than or equal to 1 log of log n. നമ്മൾ നേരത്തെ പറഞ്ഞു 1 log n എന്താന്ന് നമ്മൾ പറഞ്ഞു, ഡൈവേർജന്റ് ആണ് അല്ലെ. അതുപോലെ തന്നെ കമ്പാരിസൺ ടെസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യണം. കമ്പാരിസൺ ടെസ്റ്റ് എങ്ങനെയായിരുന്നു? 0 less than or equal to xn less than or equal to yn ആണെങ്കിൽ xn ഡൈവേർജന്റ് ആണെങ്കിൽ yn എന്തായിരിക്കും? ഡൈവേർജന്റ് x. അതായത് സീരീസ് xn ഡൈവേർജന്റ് ആണെങ്കിൽ സീരീസ് yn ഡൈവേർജന്റ് ആയിരിക്കും. ഇവിടെ സീരീസ് 1 log n ഡൈവേർജന്റ് ആണ്, അതുകൊണ്ട് സീരീസ് 1 log of log n എന്താന്ന് കിട്ടും? ഡൈവേർജന്റ് ആണ് നമുക്ക് കിട്ടും. അപ്പൊ ഇപ്പം തേർഡ് കൺസിഡർ ചെയ്ത സീരീസ് എന്താണ്? ഡൈവേർജന്റ് എന്ന് കിട്ടും. ഇപ്പൊ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത് കമ്പാരിസൺ ടെസ്റ്റ് ആണ്, നേരത്തെ റേഷ്യോ ടെസ്റ്റ്. ഇനി അടുത്ത സീരീസ് 1/n log 1 + 1/n. നമുക്കറിയാം log 1 + x എന്താണ്? x - x² 2 x³ 3 അങ്ങനെ x - x⁴/4 അങ്ങനെ പോവാണ്. അപ്പൊ n log 1 + 1/n വരും n × 1/n - 1/2n² + 1/3n³ - 1/4n⁴ etc. അപ്പോൾ ഇനി നമ്മൾ 1/n log of 1 + 1/n കൺസിഡർ ചെയ്യുമ്പോൾ അതെങ്ങനെ വരും? 1/n ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1 - 1/2n + 1/3n² - 1/4n³ etc. അല്ലേ? അപ്പോൾ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഡിനോമിനേറ്റർ ഉള്ള ആ ടേംസ് ഒന്ന് കൺസിഡർ ചെയ്ത് 1 - കുറച്ച് ടേംസ് അല്ലെ. ആ സീക്വൻസിനെല്ലാം n ഉണ്ട് അല്ലെ. അപ്പോൾ n വരുന്നതെല്ലാം എപ്പോഴും കൺവേർജ്, അത് മുകളിൽ ഒരു കോൺസ്റ്റന്റ് താഴെ n-ന്റെ ഒരു പവറും ആണെങ്കിൽ എപ്പോഴും കൺവേർജസ് ടു 0 ആയിരിക്കും. അപ്പോൾ 1 - എന്നുള്ള ആ ടേം ആ കർവ് ചെയ്ത് ആ കാണിച്ചേക്കുന്ന ആ ഒരു സെക്ഷൻ മാത്രം കൺവേർജസ് ടു 0ലേക്ക് പോകും, 0ലേക്ക് കൺവേർജ് ചെയ്യും. അപ്പൊ നമുക്ക് ആ താഴെ ഡിനോമിനേറ്റർ അങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നു, 1ലേക്ക് കൺവേർജ് ചെയ്യുന്നു. അപ്പൊ ടോട്ടൽ നോക്കുമ്പോൾ കൺവേർജസ് ടു 1/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. പക്ഷെ നമുക്ക് എന്തറിയാം, എന്ത് ടേം ടെസ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സീരീസ് സിഗ്മ xn കൺവേർജന്റ് ആണെങ്കിൽ ആ സീക്വൻസ് ലിമിറ്റ് xn എന്തായിരിക്കും? 0 ആയിരിക്കും. ആ സീക്വൻസ് xn എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നത്? 0ലേക്ക് കൺവേർജ് ചെയ്യണം. അപ്പോൾ സീക്വൻസ് xn 0ലേക്ക് കൺവേർജ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സീരീസ് xn ഡൈവേർജന്റ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ n log 1 + 1/n ആണ്. ആ an എന്ന് പറയുന്ന ആ ടേംസ് എങ്ങോട്ടാ? സീക്വൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ആ സീക്വൻസ് എങ്ങോട്ടാ കൺവേർജ് ചെയ്യുന്നത്? 1ലേക്ക്, 0ലേക്കല്ല. അതുകൊണ്ട് നമുക്ക് ബൈ എന്ത് ടേം ടെസ്റ്റ് വി ക്യാൻ സേ ദാറ്റ് ദിസ് സീരീസ് ഈസ് ഡൈവേർജന്റ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സീരീസ് ഒഴിവാക്കി ബാക്കി എല്ലാ സീരീസും ഡൈവേർജന്റ് കിട്ടിയത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ 1, the series n² × 2⁻⁻n is convergent. അപ്പോൾ ഉപയോഗിച്ച ടെസ്റ്റുകൾ റേഷ്യോ ടെസ്റ്റ്, കമ്പാരിസൺ ടെസ്റ്റ്, പിന്നെ നമ്മുടെ എന്ത് ടേം ടെസ്റ്റ്, ഇതൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. For a, b belongs to n, consider the sequence dn equal to nca divided by ncb. അത് കോമ്പിനേഷൻ ആണ് ഉപയോഗിക്കുന്നത്, അതറിയാലോ എല്ലാവർക്കും. For n greater than a, b, which of the following statements are true? Sequence dn converges for all values of a and b. Sequence dn converges if a less than b. Sequence dn converges if a equal to b. Sequence dn converges if a greater than b. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ എന്താ? dn nca / ncb. ആ സീക്വൻസിനെ കുറിച്ചാണ്. സീക്വൻസ് dn എന്താ കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക്
ഡി എൻ എന്താണ് നമുക്ക് നോക്കാം. ഡി എൻ എൻ സി എ ബൈ എൻ സി ബി ആണ്. നമുക്ക് എൻ സി എന്താണ്? എൻ ഫാക്ടോറിയൽ ബൈ എ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എ ഫാക്ടോറിയൽ ഇൻറ്റു ബി ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ബി ഫാക്ടോറിയൽ ബൈ എൻ ഫാക്ടോറിയൽ. അപ്പൊ നമുക്ക് ബി ഫാക്ടോറിയൽ ബൈ എ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ബി ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് എ ഫാക്ടോറിയൽ. അപ്പൊ ഇതാണ് ഡി എൻ. അപ്പൊ ഇവിടെ നമ്മുടെ സിമ്പിൾ ലോജിക്ക് ഉപയോഗിച്ചാൽ നമ്മുടെ പ്രത്യേകിച്ച് റിസൾട്ടുകൾ ഒന്നും വേണ്ട. ഡി എൻ ആണ് സീക്വൻസ്. അപ്പം ബി ഫാക്ടോറിയൽ ബൈ എ ഫാക്ടോറിയൽ എപ്പോൾ ഒരു കോൺസ്റ്റന്റ് ആണ്. പിന്നെ n വരുന്ന ആ ടേംസ് മാത്രം നോക്കിയാൽ മതി. എൻ മൈനസ് ബി ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് എ ഫാക്ടോറിയൽ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, മുകളിലത്തെ ടേംസ് ആണോ താഴത്തെ ടേംസ് ആണോ വലുതാകേണ്ടത്? അതായത് ഡി എൻ കൺവേർജന്റ് ആണ്. കൺവേർജന്റ് ആകണമെങ്കിൽ എന്തായാലും എന്തായിരിക്കണം? ഡിനോമിനേറ്റർ വലുതായിരിക്കണം അല്ലേ? അപ്പം എന്തായാലും അത് സിമ്പിൾ ലോജിക്കാണത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? എൻ മൈനസ് ഇത് ഡി എൻ കൺവേർജന്റ് ആകണമെങ്കിൽ എൻ മൈനസ് ബി ഫാക്ടോറിയൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ മൈനസ് എ ഫാക്ടോറിയൽ ആയിരിക്കണം. അതായത് എൻ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ മൈനസ് എ. ദാറ്റ് ഈസ് മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എ. ടേക്കിംഗ് നെഗറ്റീവ് വി ഗെറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അതായത് എ എന്തായിരിക്കണം? ബിനേക്കാളോ ചെറുതോ ഈക്വലോ ആയിരിക്കണം. ഇവിടെ പറയുന്നുണ്ട് എന്തായിരിക്കും? സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ആയിട്ടുള്ളത്? ടി എൻ കൺവേർജസ് ഇഫ് എ ലെസ് ദാൻ ബി. എ ലെസ് ദാൻ ബി ആകുമ്പോൾ കൺവേർജ് ആവും. ഇഫ് എ ഈക്വൽ ടു ബി ആകുമ്പോൾ ഡി എൻ കൺവേർജ് ആവും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ 2 ഉം 3 ആണ് ആൻസർ. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് മറ്റേത് ഇനി തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ എ ലെസ് ദാൻ ബിയും എ ഈക്വൽ ടു ബി അല്ലാതെ എ ഗ്രേറ്റർ ദാൻ ബി ആയിട്ട് ജസ്റ്റ് എക്സാമ്പിൾ എടുക്കാം. അതിനുവേണ്ടി എ ഈക്വൽ ടു 2ഉം ബി ഈക്വൽ ടു 1ഉം കൺസിഡർ ചെയ്യാം. അപ്പൊ ക്ലിയർലി എ ഗ്രേറ്റർ ദാൻ ബി ആണ്. ഡി എൻ എന്താ? നമുക്ക് എന്ത് കിട്ടും? 1 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ n മൈനസ് 1 ഫാക്ടോറിയൽ ബൈ n മൈനസ് 2 ഫാക്ടോറിയൽ. അപ്പം n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 1 ആണ്. n മൈനസ് 2 പ്ലസ് 1 ആണ് n മൈനസ് 1. ഓക്കെ, അപ്പം n മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 1 ബൈ n മൈനസ് 2 ഫാക്ടോറിയൽ. n മൈനസ് 2 ഫാക്ടോറിയൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 1/2 ഇൻറ്റു n മൈനസ് 1. ഇത് ക്ലിയർലി നമുക്കറിയാം എങ്ങോട്ട് കൺവേർട്ട് ചെയ്യോ? ഇല്ല. ഇത് n ടേംസ് ടു ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ ഡി എൻ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? ഇൻഫിനിറ്റിയിലേക്ക് തന്നെ അത് പോകത്തുള്ളൂ. അപ്പം എ ഗ്രേറ്റർ ദാൻ ബി ആകുമ്പോൾ സീക്വൻസ് ഡി എൻ ഡൈവേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ ആൻസേഴ്സ് 2ഉം 3ഉം ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Given sequence AN, sequence BN are two monotone sequence of real numbers and that sequence AN BN is convergent, which of the following is true? First option, sequence AN is convergent and sequence BN is convergent. At least one of sequence AN, series ആണ്, series AN, series BN is convergent. Third, sequence AN is bounded and sequence BN is bounded. Fourth, at least one of sequence AN, BN is bounded. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ, ഒരു എക്സാമ്പിൾ ഒക്കെ വെച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ നോക്കാം. അപ്പൊ നമുക്ക് എക്സാമ്പിൾസ് സെലക്ട് ചെയ്യുമ്പോൾ എനും ബിനും എന്താന്ന് പറയുന്നത്? ടു മോണോട്ടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. അപ്പൊ വേറൊന്നും പറയുന്നില്ല. അപ്പൊ തന്നെ നമ്മൾ എന്തെടുക്കുക? സീരീസ് എനും ബിനും കൺവേർജന്റ് ആണെന്നൊക്കെ ഓപ്ഷൻ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ മാക്സിമം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ സീരീസ് എനെ എടുക്കുമ്പോൾ എങ്ങനെ ചെയ്യുക? സീരീസ് എനുകൾ ഡൈവേർജന്റ് ആകുന്ന വിധത്തിലുള്ളത് എടുക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ? അതുപോലെ തന്നെ മോണോട്ടോണും ആയിരിക്കണം. അപ്പൊ എൻ ഈക്വൽ ടു 1/n എടുക്കുന്നു. സീരീസ് 1/n ഡൈവേർജന്റ് ആണ്. ബി എന്നും 1/n തന്നെ എടുക്കുന്നു. അപ്പൊ സീരീസ് ബി എന്നും ഡൈവേർജന്റ് ആണ്. അപ്പം സീരീസ് എൻ ഇൻറ്റു ബി എന്നെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? സീരീസ് 1/n². അത് കൺവേർജന്റ് ആണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ എക്സാമ്പിൾ 1 നോക്കി, സീരീസ് എൻ ഈസ് കൺവേർജന്റ് ആൻഡ് സീരീസ് ബി എൻ ഈസ് കൺവേർജന്റ്.
അത് ശരിയാണോ? അല്ലല്ലേ. നമ്മളിവിടെ എ എൻ എടുത്തത് 1/n ആണ്, ബി എൻ എന്ന് പറയുന്നത് 1/n ആണ്. അത് രണ്ടും സീരീസ് 1/n ഡൈവേർജന്റ് ആണ്. പക്ഷെ സീരീസ് എ എൻ ഇൻറ്റു ബി എൻ എന്താന്ന് കിട്ടി? കൺവേർജന്റ് ആണ് കിട്ടി അല്ലേ. അപ്പൊ സീരീസ് എ എൻ ബി എൻ കൺവേർജന്റ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് സീരീസ് എ എനും സീരീസ് ബി എനും കൺവേർജന്റ് ആണെന്നില്ല രണ്ടും. ഇനി അറ്റ്ലീസ്റ്റ് വൺ ഓഫ് സീരീസ് എ എൻ ആൻഡ് സീരീസ് ബി എൻ ഈസ് കൺവേർജ്. അതെന്താ പറയുന്നത്? ഏതെങ്കിലും ഒന്ന്, ഒന്നെങ്കിൽ സീരീസ് എ എൻ അല്ലെങ്കിൽ സീരീസ് ബി എൻ, അല്ലെങ്കിൽ രണ്ടും. അപ്പം നമ്മളിപ്പോ എടുത്ത എക്സാമ്പിൾ തന്നെ രണ്ടും എന്തല്ല? കൺവേർജന്റ് അല്ല. സീരീസ് 1/n കൺവേർജന്റ് അല്ല. അപ്പൊ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. തേർഡ് ഓപ്ഷൻ, സീരീസ് എ എൻ ഈസ് ബൗണ്ടഡ് ആൻഡ് സീക്വൻസ് എ എൻ ഈസ് ബൗണ്ടഡ് ആൻഡ് സീക്വൻസ് ബി എൻ ഈസ് ബൗണ്ടഡ്. അപ്പൊ ഇപ്പൊ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത എക്സാമ്പിൾ നോക്കിയേ. സീക്വൻസ് 1/n അല്ലെ, എ എനും ബി എനും എടുത്ത് 1/n. സീക്വൻസ് 1/n സീക്വൻസ് 1/n ബൗണ്ടഡ് ആണ്. അപ്പൊ നമുക്ക് അത് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനി വേറൊരു എക്സാമ്പിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം? മാക്സിമം നമ്മൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കാം? എനും ബി എനും എന്തായിട്ടുള്ളത് എടുക്കാം? ബൗണ്ടഡ് അല്ലാത്തതായിട്ട് എടുക്കാം. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്നെങ്കിലും ബൗണ്ടഡ് അല്ലാത്തതായിട്ട് എടുക്കാൻ പറ്റുമെന്നില്ല. ഇവിടെ പറയുന്നത് രണ്ടും ബൗണ്ടഡ് ആണെന്നല്ലേ. ഏതെങ്കിലും ഒന്നെങ്കിലും ബൗണ്ടഡ് അല്ലാത്തതായിട്ട് എടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടും എന്തെടുക്കുക? എ എൻ ഈക്വൽ ടു എൻ എടുക്കുക, ബി എൻ ഈക്വൽ ടു 1/n³ എടുക്കുക. അപ്പോൾ സീരീസ് എ എൻ ബി എൻ എന്ത് കിട്ടും? 1/n². അത് കൺവേർജന്റ് ആണ്. പക്ഷെ സീക്വൻസ് എ എനും സീക്വൻസ് ബി എനും ഇവിടെ ബൗണ്ടഡ് ആണോ? അല്ല. ഇവിടെ സീക്വൻസ് ബി എൻ മാത്രമേ ബൗണ്ടഡ് ആയിട്ടുള്ളൂ. അപ്പൊ തേർഡ് ഓപ്ഷൻ, രണ്ടുപേരും സീക്വൻസ് എ എനും സീക്വൻസ് ബി എനും ബൗണ്ടഡ് ആണെന്നുള്ള ഓപ്ഷൻ തെറ്റാണ്. അപ്പൊ 1ഉം 2ഉം 3ഉം നമുക്ക് എന്താണ് കിട്ടി? തെറ്റാണ് കിട്ടി. അപ്പൊ ഓപ്ഷൻ 4, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് സീക്വൻസ് എ എൻ സീക്വൻസ് ബി എൻ ഈസ് ബൗണ്ടഡ് എന്നുള്ളതാണ് ആൻസർ. അപ്പം ഇവിടെ നമുക്ക് നമ്മുടെയൊക്കെ അറിയാവുന്ന ഒരു കാര്യം മാത്രം, സീരീസ് 1/n⁻p ഈസ് കൺവേർജന്റ് ഫോർ p ഗ്രേറ്റർ ദാൻ 1. ആ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എക്സാമ്പിൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇതിനെ ഫോളോ ചെയ്യാത്ത എക്സാമ്പിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കത് എലിമിനേറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ മാക്സിമം എക്സാമ്പിൾസ് നമ്മുടെ കയ്യിലിരിക്കേണ്ടത് നമ്മുടെ ഒരു വലിയ കാര്യമാണ് നെറ്റ് എക്സാം എഴുതുമ്പോൾ. അപ്പം ഇതൊന്നുമല്ല, സിമ്പിൾ ലോജിക്ക് വെച്ചും നമ്മുടെ ഈ റിസൾട്ടുകളും എക്സാമ്പിളും ഒന്നും കൺസ്ട്രക്ട് ചെയ്തില്ലെങ്കിൽ കൂടിയും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇതൊരു ടെക്നിക്കും കൂടിയാണ്. ഇതിപ്പം പാർട്ട് ബിയിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ വായിച്ചില്ലെങ്കിൽ കൂടിയും ഈ ഓപ്ഷൻസ് മാത്രം വായിച്ചാൽ മതി, നമുക്ക് ഏതാ ശരി നമുക്ക് പറയാൻ പറ്റും. ജസ്റ്റ് നോക്കിക്കോ. അപ്പൊ പാർട്ട് ബിയിലെ പ്രത്യേകത എന്താണോ? ഓരോ ഓപ്ഷൻ ശരിയാകത്തുള്ളൂ അല്ലെ. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറയുന്നത്? സീരീസ് എ എൻ ഈസ് കൺവേർജന്റ് ആൻഡ് സീരീസ് ബി എൻ ഈസ് കൺവേർജന്റ്. അപ്പൊ അത് ശരിയാണ് നമ്മൾ വിചാരിക്കാം. അത് ശരിയാണെങ്കിൽ രണ്ടാമത്തെ ശരിയായിരിക്കൂലേ? അറ്റ്ലീസ്റ്റ് വൺ ഓഫ് സീരീസ് എ എൻ സീരീസ് ബി എൻ ഈസ് കൺവേർജന്റ്. അത് ഓട്ടോമാറ്റിക്കലി ശരിയാവില്ലേ? അപ്പം 1 ശരിയായിട്ടുണ്ടെങ്കിൽ 2 ഓട്ടോമാറ്റിക്കലി ശരിയാവും. വേറെ ശരിയാവുന്നുണ്ട്, 2 ഓട്ടോമാറ്റിക്കലി അത് ശരിയാവും. അപ്പൊ അങ്ങനെ വരാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എന്തേ ഉള്ളൂ? ഓരോ ഓപ്ഷനെ കറക്റ്റ് ഉള്ളൂ. അപ്പൊ 1 ഒരിക്കലും ആൻസർ ആകത്തില്ല. ഇനി സെക്കൻഡ് ഓപ്ഷൻ കൺസിഡർ ചെയ്യാം. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് സീരീസ് എ എൻ സീരീസ് ബി എൻ ഈസ് കൺവേർജന്റ്. അപ്പൊ ഏതെങ്കിലും ഒരു സീരീസ് കൺവേർജന്റ് ആണ്. അപ്പൊ ഏത് സീരീസ് കൺവേർജന്റ് ആണെങ്കിലും ആ സീരീസിലെ ടേംസ് എങ്ങോട്ട്? ആ സീരീസിലെ ആ ടേംസ് കൺവേർജന്റ് ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ അത് ബൗണ്ടഡ് ആയിരിക്കും. അതായത് ഇപ്പം സീരീസ് എ എൻ ആണ് കൺവേർജന്റ് ആണെങ്കിൽ സീക്വൻസ് എ എൻ കൺവേർജസ് ടു 0 ആയിരിക്കും, അത് ബൗണ്ടഡും ആയിരിക്കും. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ ശരിയെങ്കിൽ ഫോർത്ത് ഓപ്ഷൻ നോക്കിയേ, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് സീക്വൻസ് എ എൻ സീക്വൻസ് ബി എൻ ഈസ് ബൗണ്ടഡ്. അത് ഓട്ടോമാറ്റിക്കലി ശരിയാവും അല്ലെ. അപ്പൊ അങ്ങനെ വരാൻ പറ്റൂല. ഇവിടെ പാർട്ട് ബി ആണ്, ഒറ്റ ഓപ്ഷനെ ശരിയാൻ പറ്റുള്ളൂ. അപ്പൊ ഓപ്ഷൻ 2 ശരിയാകത്തില്ല. നെക്സ്റ്റ് ഓപ്ഷൻ 3 നോക്കാം. സീക്വൻസ് എ എൻ ഈസ് ബൗണ്ടഡ് ആൻഡ് സീക്വൻസ് ബി എൻ ഈസ് ബൗണ്ടഡ്. ഈ രണ്ടും ബൗണ്ടഡ് ആണെന്നാണ് പറയുന്നത്. അത് ശരിയാണെങ്കിൽ ഫോർത്ത് ഓപ്ഷൻ നോക്കിക്കേ, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് സീക്വൻസ് എ എൻ സീക്വൻസ് ബി എൻ ഈസ് ബൗണ്ടഡ്. അത് ഓട്ടോമാറ്റിക്കലി ശരിയാവുമല്ലോ. അതുകൊണ്ട് തേർഡ് ഓപ്ഷൻ എന്താണ്? ശരിയാകാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ നമ്മൾ 3 ഓപ്ഷൻസ് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. അപ്പൊ പിന്നെ ഇനി ബാക്കി എന്തേ ഉള്ളൂ?
നാലാമത്തെ ഓപ്ഷൻ അതായിരിക്കും ആൻസർ. ഇത് നമ്മുടെ സിമ്പിൾ ലോജിക്ക് പാർട്ട് ബിയിൽ ഒരാ ഓപ്ഷനെ ശരിയാവുള്ളൂ എന്നുള്ള ഒരു ഇത് വെച്ച് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സിമ്പിൾ ട്രിക്കാണിത്. ഇത് ഈ കേസിൽ നമുക്ക് 3 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ എപ്പോഴും ഇതൊക്കെ റെയർ കേസാണ് ഇങ്ങനെ 3ഉം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്. എന്തായാലും ചിലപ്പോഴൊക്കെ 1ഉം 2ഒക്കെ നമുക്ക് ഈ ഒരു രീതി ഉപയോഗിച്ച് നമുക്ക് ചിലപ്പോൾ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി റിസൾട്ട്സോ അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഒന്നും വെക്കാണ്ട് തന്നെ നമുക്ക് ഈ ഒരു രീതി നമുക്ക് ചിലപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം പ്രോബ്ലം 10. Let x be a real number such that modulus of x less than 1. Which of the following are false? ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. If x belongs to options ആണ് പറയുന്നത്. If x belongs to q, then series m greater than or equal to 0 x raised to m belongs to q. ഇത് എന്താ ഉപയോഗിച്ച് റാഷണൽ നമ്പേഴ്സ് ആണ് പറയുന്നത്. ഇനി സെക്കൻഡ് ഓപ്ഷൻ, if series m greater than or equal to 0 x raised to m belongs to q, then x belongs to q. If x does not belongs to q, then m greater than or equal to 0 m x raised to m minus 1 does not belongs to q. Fourth option, series m greater than or equal to 1 x raised to m by m converges in r. അപ്പം ഇതിൽ ഏതാണ് ട്രൂ എന്നാണോ നമ്മൾ കണ്ടുപിടിക്കേണ്ട? അല്ല, ക്വസ്റ്റ്യൻ നമുക്ക് ചിലപ്പോൾ ഇത് ട്രൂല് പലതും കിട്ടുമായിരിക്കും, പക്ഷെ നമ്മളത് മാർക്ക് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ഫാൾസ്. അപ്പൊ നമ്മളിവിടെ തെറ്റായതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ നമുക്ക് ചിലപ്പോൾ അബദ്ധങ്ങൾ പറ്റും. അപ്പൊ ക്വസ്റ്റ്യൻസ് നന്നായി വായിച്ചിട്ട് വേണം ഓരോന്നും ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. നമ്മൾ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ നമുക്ക് റിസൾട്ട്സ് അറിയാം. ഒരു ഇക്വേഷൻസ് എന്താ? 1 by 1 minus എക്സിന്റെ ഇക്വേഷൻ എന്താണ്? 1 plus x square plus etc. അങ്ങനെ 1 by 1 minus x square 1 plus 2x plus 3x square plus 4x cube അങ്ങനെ. log 1 minus x minus x square by 2 minus x cube by 3 minus etc. അങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഓരോന്ന് നോക്കാം. ആദ്യത്തെ സീരീസ് എന്താ പറയുന്നത്? സീരീസ് എക്സ് റേസ് ടു എം. അപ്പൊ എക്സ് റാഷണൽ നമ്പർ ആണെങ്കിൽ ഈ സീരീസ് കൺവേർജ് ചെയ്യുമ്പോൾ അതൊരു റാഷണൽ നമ്പർ ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അതെന്തായാലും കൺവേർജന്റ് ആണല്ലേ, കാരണം എന്താ? മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1 ആണ്, അത് കൺവേർജ് ചെയ്യും. അപ്പൊ അത് നോക്കാം നമുക്ക്. അപ്പം എക്സ് റാഷണൽ നമ്പർ ആയതുകൊണ്ട് പി ബൈ ക്യൂ ഫോമിലായിരിക്കും. സിഗ്മ എക്സ് റേസ് ടു എം എന്താ നമുക്ക് 1 plus x square plus etc. അപ്പം ഇത് ഈക്വൽ ടു എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? 1 by 1 minus x അല്ലെ. അപ്പൊ അത് ഈക്വൽ ടു 1 by 1 minus x. അല്ലെങ്കിൽ തന്നെ ജോമെട്രിക് സീക്വൻസിൽ നമുക്ക് +2 പഠിച്ച അത് തന്നെ 1 by 1 minus r അല്ല a by 1 minus r ഉപയോഗിച്ച് നമ്മൾ ചെയ്യും. അത് തന്നെ 1 by 1 minus x. ഓക്കെ, അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 1 by 1 minus x എന്താ? p by q. ഇത് അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു q by q minus p. ഇത് എന്തിന്റെ ഫോമിലാണ്? ഒരു ഫ്രാക്ഷന്റെ ഫോമിലാണ്. അതുകൊണ്ട് ഇത് ഇങ്ങോട്ട് ഏതാണ്? ഒരു റാഷണൽ നമ്പർ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ സീരീസ് എന്തായിരിക്കും? സീരീസ് എക്സ് റേസ് ടു എം എന്തായിരിക്കും? ഒരു റാഷണൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ 1 ട്രൂ ആണ്. ഇനി സെക്കൻഡ് സീരീസ് എന്താ പറഞ്ഞിരിക്കുന്നത്? നേരെ തിരിച്ച് സീരീസ് എക്സ് റേസ് ടു എം ബിലോങ്സ് ടു ക്യൂ ആണെങ്കിൽ എക്സ് ബിലോങ്സ് ടു ക്യൂ ആണോ? അപ്പൊ നമുക്ക് സീരീസ് എക്സ് റേസ് ടു എം അത് നമുക്കറിയാം എന്താണെന്നറിയാം. നമുക്ക് സീരീസ് എക്സ് റേസ് ടു എം പി ബൈ ക്യൂ എന്ന് എടുക്കുന്നു. സീരീസ് എക്സ് റേസ് ടു എമ്മിന്റെ ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് അതെന്താണ്? ഈക്വൽ ടു എന്താണ്? 1 by 1 minus x ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു പി ബൈ ക്യൂ എന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ എക്സിനെ കുറിച്ചാണ് ചോദിക്കുക. എക്സിന്റെ എന്താണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് q ഈക്വൽ ടു പി മൈനസ് പി എക്സ്, പി എക്സ് ഈക്വൽ ടു പി മൈനസ് ക്യൂ, എക്സ് ഈക്വൽ ടു പി മൈനസ് ക്യൂ ബൈ പി കിട്ടുന്നു. ഇറ്റ്സ് അഗെയിൻ ഇൻ ദ ഫോം ഓഫ് ഫ്രാക്ഷൻ നമ്പർ.
അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ഈസ് എ റാഷണൽ നമ്പർ. അപ്പൊ സീരീസ് എക്സ് റേസ് ടു എം ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ എക്സ് എന്തായിരിക്കും? ഒരു റാഷണൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ 2 ശരിയായി കിട്ടി. ഇനി അടുത്ത സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇഫ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ക്യൂ then series m into x raised to m minus 1 does not belongs to q ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം m സീരീസ് m x raised to m minus 1 അതാണ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതാണ് ഈ സീരീസ് എന്താണ്? 1/1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ ആ സ്ക്വയർ ഒക്കെ കാണുമ്പോഴേ നമുക്ക് തിരിയും അല്ലെ? ഒരു റാഷണൽ ഇപ്പം എന്താ റാഷണൽ നമ്പേഴ്സിന്റെ സ്ക്വയർ √2 √3 ഒക്കെ സ്ക്വയർ എപ്പോഴും എന്താ വരിക? ഒരു റാഷണൽ നമ്പർ തന്നെ, റാഷണൽ നമ്പർ അല്ലേ വരിക? അപ്പൊ നമുക്ക് ഇത് ഫോളോ ചെയ്യാത്ത ഒരു എക്സാമ്പിൾ കൺസ്ട്രക്ട് ചെയ്യാം. അങ്ങനെ വിധത്തിൽ ഒരു എക്സ് എടുക്കാൻ കഴിയും നോക്കാം. എക്സ് ഇപ്പോ 1 + √2 എടുക്കാനായിരിക്കും. അപ്പൊ 1 + √2 എന്താണ്? ഡസ് നോട്ട് ബിലോങ്സ് ടു ക്യൂ ആണ്. അപ്പം സീരീസ് m into x raised to m minus 1 എന്താ പറഞ്ഞിരിക്കുന്നത്? 1/1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ 1/1 മൈനസ് 1 + √2 ഹോൾ സ്ക്വയർ. അപ്പൊ 1/√2 സ്ക്വയർ 1/2. അതൊരു റാഷണൽ നമ്പർ ആണ്. അപ്പോൾ അതായത് എക്സ് ഒരു ഇറാഷണൽ നമ്പർ ആണ്. പക്ഷെ സീരീസ് m into x raised to m minus 1 എന്താണ്? ഒരു റാഷണൽ നമ്പർ ആണ്. ഇവിടെ ഓപ്ഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എക്സ് ഇറാഷണൽ നമ്പർ ആണെങ്കിൽ സീരീസ് കൺവേർജ് ചെയ്യുന്ന സീരീസിന്റെ വാല്യൂ എന്തായിരിക്കും? ഇറാഷണൽ നമ്പർ ആയിരിക്കും എന്ന് പറയുന്നത്. പക്ഷെ അത് തെറ്റായിട്ട് നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കിട്ടി. അപ്പൊ തേർഡ് ഓപ്ഷൻ എന്താണ്? ഫാൾസ് ആണ്. ഇനി ഫോർത്ത് ഓപ്ഷൻ സീരീസ് എക്സ് റേസ് ടു m/m കൺവേർജസ് ഇൻ R. അപ്പം എക്സ് റേസ് ടു m/log 1 മൈനസ് എക്സ് എന്താണ്? എക്സ് റേസ് ടു m/m നമ്മൾ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് ക്യൂ ബൈ 3 അങ്ങനെ പോവാണ്. ടേക്കിംഗ് നെഗറ്റീവ് ഔട്ട് സൈഡ് നമുക്ക് -1 ഔട്ട് സൈഡ് നമുക്ക് കിട്ടും -x മൈനസ് ഓഫ് -x മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 അങ്ങനെ എക്സെട്ര. അപ്പം ഈ ഉള്ളിലത്തെ നെഗറ്റീവ് ഒഴിവാക്കി ആ ഉള്ളിൽ ബ്രാക്കറ്റിലുള്ള ടേംസ് എന്താണ്? log 1 മൈനസ് എക്സ് മൈനസ് log 1 മൈനസ് എക്സ്. അപ്പം ഈ സീരീസ് എന്താണ്? ഒരു ഇൻഫിനിറ്റ് ആണോ? അല്ല, ഫൈനൈറ്റ് ആണ്. അപ്പൊ എന്തുകൊണ്ട് ഫൈനൈറ്റ് ആയത്? എന്തുകൊണ്ടാ? മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ ഈ -log 1 മൈനസ് എക്സ് എന്താന്ന് പറയാൻ പറ്റും? ഫൈനൈറ്റ് ആന്ന് പറയാം. ഈ സീരീസ് എന്താന്ന് പറയാൻ പറ്റും? കൺവേർജന്റ് ആന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് സീരീസ് എക്സ് റേസ് ടു m/m കൺവേർജസ് ഇൻ R എന്ന് പറയും. അപ്പോൾ അതായത് ഓപ്ഷൻ 4 ഈസ് ട്രൂ. അപ്പൊ നമ്മുടെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെയാ? 1 2 4 ട്രൂ ആന്ന് കിട്ടി. തേർഡ് ഓപ്ഷൻ ഫാൾസ് ആന്ന് കിട്ടി. അപ്പൊ നമ്മൾ എന്താ മാർക്ക് ചെയ്യേണ്ട ഏതാണ് തെറ്റെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള ഏതാണ്? ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ.